ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊരു 3 ടൈപ്പ് നൈറ്റ് ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നൈറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3 ടൈപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേതാണ് നിങ്ങളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവാന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ. ആദ്യം നമ്മൾ ഒരു ബീട്രൂട്ട് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ബീട്രൂട്ട് ഇതേപോലെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതേപോലെ ഒന്ന് ചിരകി എടുക്കുക കേട്ടോ. ഈ ബീട്രൂട്ട് ഫുള്ളൊന്നും ആവശ്യമില്ല. നമുക്ക് ആദ്യം ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി എടുത്തിട്ട് റിസൾട്ട് നോക്കിയിട്ട് പിന്നെ കൂടുതൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ബീട്രൂട്ടിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതേപോലെ ഇങ്ങനെ ചിരകിയെടുത്താൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചിരകിയെടുക്കാൻ വേണ്ടി പറയുന്നത്. ഇല്ലാന്നാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ അലോവേര ജെല്ല് എത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. അതായത് ചെടിയിലുള്ളത് അത് യൂസ് ചെയ്യുക, പക്ഷെ അത് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും കേട്ടോ, കേടായിപ്പോവും. പിന്നെ ഞാനിത് ഒരു വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് 1 ടീസ്പൂണോളം ഗ്ലിസറിന്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഗ്ലിസറിനും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊന്നും നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിവിടെ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അത് ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനമാണ്. നിങ്ങൾ ഈ സ്കിൻ കെയർ നല്ലോണം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഗ്ലിസറിനെല്ലാം വാങ്ങി വെക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മളെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതേപോലെ ക്രീം ഉണ്ടാക്കിയിട്ടും എല്ലാം തേക്കുക എന്നാണെങ്കിൽ മുഖം നല്ല ക്ലിയർ ആവാനും സോഫ്റ്റ് ആവാനും നിറം കൂടാനും ഒക്കെ സഹായിക്കും. ഇപ്പോൾ കണ്ട ഇത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഒരു 7 ദിവസത്തിൽ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണോ ഫേസിൽ അപ്ലൈ ചെയ്യുക അതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. ഇത് ബെഡിലാവുന്നൊന്നും പേടിക്കണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പിങ്കിഷ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബീട്രൂട്ട് നൈറ്റ് ക്രീമാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ ക്രീം എന്ന് പറയുന്നത് ഈ കുക്കുംബർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുക്കുംബർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലോണം കഴുകി എടുക്കണം. മരുന്നെല്ലാം അടിച്ചതാണ് എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നല്ലോണം ചിരകിയെടുക്കുക, ഒരു പകുതിയോളം. അതിനുശേഷം നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒന്നെല്ലാം എടുത്താൽ മതി കേട്ടോ. 7 ദിവസത്തിനെല്ലാം പകുതി മതി, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നന്നായി കഴുകാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് നേരത്തെ പോലെ തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടും. ഇതിലേക്കും നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ആയ അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ അലോവേര ജെല്ലിട്ട് മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊരു 1-2 മിനിറ്റെല്ലാം ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നേരം, അതായത് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് റെഡിയാവും. ഇതിലേക്കും ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂള് ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിൻ ആണെങ്കിൽ 1 ആഡ് ചെയ്താൽ മതി. ഇനി നിങ്ങളത് സാധാ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1-2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക. പിന്നെ നേരത്തെ പോലെ തന്നെ 1 ടീസ്പൂണോളം ഗ്ലിസറിനും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞില്ല, മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ആയി കിട്ടുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ഇതായി ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതാണ് കുക്കുംബർ നൈറ്റ് ക്രീം. ഇതും സ്കിൻ വൈറ്റനിങ്ങിന് നന്നായിട്ട് സഹായിക്കുന്ന ഒരു ക്രീമാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഫേസിൽ അപ്ലൈ ചെയ്ത് കിടക്കുക എന്നാണെങ്കിൽ മുഖം ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. കറുത്ത പാടുകളെല്ലാം മാറി മുഖം നല്ല ഗ്ലോ വരാൻ സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇതും അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഇത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് അതൊന്ന് എബ്സോർബ് ചെയ്ത് പോയിക്കോളും. ബാക്കി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ക്രീം പറയുന്നത് നമ്മുടെ പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കുക്കുംബർ, പൊട്ടാറ്റോ, ബീട്രൂട്ട് ഇത് മൂന്നും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പൊട്ടാറ്റോവും ഇതേപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പുഴുങ്ങിയ അതാണോ എടുക്കേണ്ടത് എന്നെല്ലാം ചോദിക്കാറുണ്ട്. പുഴുങ്ങൊന്നും ചെയ്യേണ്ട, പുഴുങ്ങാത്തതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതും ചിരകി എടുത്തതിന് ശേഷം ഇതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞെടുക്കണം. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പം തന്നെ നമുക്ക് നീര് നന്നായിട്ട് കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു 2 ടേബിൾ സ്പൂണോളം നീരേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് നിങ്ങൾ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കുക. ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടാറ്റോ ജ്യൂസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല്, 1-2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല്. അലോവേര ജെല്ലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ആ ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ഞാൻ പൊട്ടാറ്റോ ജ്യൂസും അലോവേര ജെല്ലും ഗ്ലിസറിനും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്താലാണ് ഷെൽഫ് ലൈഫ് കൂടുതലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന്, നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടുതൽ ആഡ് ചെയ്യാത്തതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അലോവേര ജെല്ല് കൂടുതൽ ഇടുന്നതിനനുസരിച്ചിട്ട് ഇത് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക. മറ്റേ 2 ക്രീമും നിങ്ങൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ പുറത്തും ഒരു 3-4 ദിവസമെല്ലാം നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ചീത്തയാവാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യാറ് കേട്ടോ, പൊട്ടാറ്റോ ക്രീം. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നിങ്ങൾ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ സാധാരണ ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് പോലെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ പൊട്ടാറ്റോ ക്രീമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും അതേപോലെ തന്നെ സൺ ടാൻ മാറാനും എല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പിന്നെ ഇത് തരുന്ന സാധനമാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇതുപോലെ അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് രാത്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖത്തേക്ക് സാധാ നമ്മളെങ്ങനെയാണോ ക്രീം അപ്ലൈ ചെയ്യുക അതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം രാവിലെ കഴുകിക്കളയുക. ഇത് ഒരാഴ്ച ഒരു 10 ദിവസം നിങ്ങളൊന്ന് ഡെയിലി ചെയ്യുക. ഡെയിലി ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇത് 3ഉം എടുത്ത് തേക്കണ്ട കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.